തേവലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി വി ശിവൻകുട്ടി. കൊല്ലത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊല്ലം ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ ഓഫീസർമാരോട് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിന്റെ വസ്തുത പറയുക എന്നല്ലാതെ അതിനെ വിശദീകരിച്ചുകൊണ്ടും ന്യായീകരിച്ചുകൊണ്ടൊന്നും ഒരു വിശദീകരണവും ഗവൺമെന്റിന് സ്വീകാര്യമല്ല. ഇനി പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ റിപ്പോർട്ട് വരാനുണ്ട്. അതേപോലെ തന്നെ സ്കൂളിന് വീഴ്ച പറ്റിയതുകൊണ്ടാണല്ലോ പിന്നെ ഇവര് ഈ ഇലക്ട്രിക് ലൈൻ താഴ്ന്നു കിടന്നത്. അല്ലെങ്കിൽ പിന്നെ അവരവിടെ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രശ്നം നടത്തണമല്ലോ. എന്തായാലും പിന്നെ DGയുടെ വിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് IAS അവിടെ ഇപ്പോൾ എത്താറായിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഗവൺമെന്റ് എടുക്കേണ്ട നടപടികൾ, വിദ്യാഭ്യാസ വകുപ്പ് എടുക്കേണ്ട നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കും. ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് എടുക്കേണ്ട നടപടികൾ ഇലക്ട്രിസിറ്റി ബോർഡ് എടുക്കും. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ അന്വേഷണം നടത്തുന്നുണ്ട്. പിന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ മോനോടൊപ്പം തന്നെയാണ് ഗവൺമെന്റ്. മോന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഗവൺമെന്റ്. അതിനിടെ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു.